ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ കുറച്ച് ദിവസത്തേക്കും കൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടാവും. അപ്പം ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു എയർ ഡ്രൈ ക്ലേ ആണ്. നമ്മളിതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം മുന്നേ തന്നെ നമ്മൾ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ, ഓർണമെൻറ്റ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മളന്ന് ചെയ്തിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണം. അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ എടുക്കാം. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൈദ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഗോതമ്പ് പൊടി കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. കാരണം ഫെവിക്കോളിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഗോതമ്പ് പൊടി വേണ്ടത്. ഇപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് തന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. ഇവിടെ ഇപ്പം നമുക്ക് ഇതൊക്കെ ഷോർട്ടേജ് ആണല്ലോ, ഫെവിക്കോളൊക്കെ അത്യാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് മാത്രമാണ് കാണിക്കണേ. നിങ്ങളുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ചിട്ട്, ഇപ്പോൾ വളരെ കുറച്ചുള്ളൂ വെച്ചാൽ അത്രയും കുറച്ച് തന്നെ, അതായത് 1:1 റേഷ്യോയിൽ രണ്ടും എടുക്കുക, ഗോതമ്പ് പൊടി പ്ലസ് നമ്മുടെ ഫെവിക്കോൾ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിത് ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സൂര്യപ്പയ്ക്ക് മോന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂളിൽ കൗൺസിലറായിരുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ക്ലേ വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈദ വെച്ചാണ് അന്ന് ഉണ്ടാക്കിയത്. അതും നല്ല പെർഫെക്റ്റ് ആണ്. കുറച്ചും കൂടെ സോഫ്റ്റ്നെസ്സും നമുക്ക് കിട്ടും മൈദ വെച്ച് ചെയ്യുമ്പോൾ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ വിനാഗിരി 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും ഓയിലാണ്. ഞാനിപ്പോൾ കുഞ്ഞുമാമയുടെ ബേബി ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണ എടുക്കുന്നതിനും തെറ്റൊന്നുമില്ല, വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ബേബി ഓയിലൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതെടുക്കാം. അത് ഇതിൻ്റെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം തന്നെ ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എടുക്കുന്നതനുസരിച്ച് ഇപ്പം ഒരുപാട് പശയും ഒരുപാട് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ബ്ലെൻഡായി വരാൻ കുറച്ച് സമയം എടുക്കും. തീയിൽ വെച്ച് നല്ലപോലെ നമുക്ക് ഇളക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ബാക്കിയുള്ള പശയും കൂടെ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പം ഇതൊക്കെ ആകെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കണേ, ഇത് മൊത്തം പോയി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിന്ന് മൊത്തമായിട്ട് വിട്ട് വരണം. ആ ഒരു പരുവത്തിന് നമ്മൾ ചെറിയൊരു തീയിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓൺ ചെയ്തെടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ഞാൻ ഏകദേശം നന്നായിട്ട് ചൂടാക്കി. ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാ പോർഷനിലും വന്ന പോലെ ആ മാവ് ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ശരിക്കും നമുക്കൊരു കയ്യിലിട്ട് പരത്താവുന്ന ശരിക്കും ഒരു ഡോ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഞാനിത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്ന് ഇട്ടു. അതിന് ശേഷം കുറച്ച് ഓയിൽ ഇതുപോലെ, നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിൽ വെച്ചാലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ മാവ് ഈ ഡൗ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് എടുക്കുക. അതായത് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എയർ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തുറന്നു വയ്ക്കാനൊന്നും പറ്റില്ല നമുക്ക്. പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള എയർ ഡ്രൈ ക്ലേ കൊണ്ട് ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അത്രയ്ക്കും ഫാസ്റ്റായിട്ട് നമുക്കിത് ഒട്ടില്ല. കുറച്ചും കൂടി സമയം എടുക്കും. ഏകദേശം ഒരു ദിവസമൊക്കെ നമുക്ക് ശരിക്കും ഒരു ടെറാക്കോട്ടയൊക്കെ നമുക്ക് ബേക്ക് ചെയ്ത് വെക്കണം അത്രയും സമയം തന്നെ ഇതിനും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഉരുട്ടി കൊടുക്കും. നമ്മൾ എങ്ങനെ ഉരുട്ടി എടുക്കണോ അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ കൗണ്ടർ ടോപ്പിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനിത് പരത്തുന്നത്, അത് മറക്കരുത്. ഇനി ഇഷ്ടാനുസരണം അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്കതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബോഡി ലോഷനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്രാഗ്രൻസിനും ഇതുപോലെ തന്നെ കുറച്ചൊരു ഈസിനെസ്സിനും വേണ്ടിയിട്ടാണ്. ഒരു മോയ്സ്ചറൈസർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് കണ്ടോ, നല്ലൊരു പരിവായിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് നേരിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ അല്ലെങ്കിൽ സിപ്ലോ കവറോ ഇട്ടിട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ ആദ്യത്തെ ക്ലേ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മളിതിന് മുന്നേ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ ആ ക്ലേ ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കണമെന്ന് കാണിച്ചു തരാം.
ഇതാണ് എയർ ഡ്രൈ ക്ലേ. നമ്മൾ അന്നത് പുറത്തുനിന്ന് മേടിച്ചാണ്. 100 രൂപയാണ് ഒരു കിറ്റിന് വില വന്നത്. ഏകദേശം ഒരു 2 കൊല്ലത്തോളമൊക്കെയാണ് ഞാൻ മേടിച്ച് വെച്ചിട്ട്. ഞാനത് ചെയ്തിട്ട് കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പോഴും അത് കണ്ടോ, ഒരു പ്രശ്നമില്ലാണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതെപ്പോഴും ഇങ്ങനെ കാറ്റൊന്നും കടക്കാണ്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെറുതെ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു എയർ ഡ്രൈ ക്ലേ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്ലേ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. കാരണം ഇത് ഒറിജിനൽ ക്ലേ ആണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീറ്റ് വെച്ച്, ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകാനും കേടുവന്ന് പോകാതിരിക്കാനും വേണ്ടി നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഇനി ഞാനിത് നമ്മുടെ ഈ ക്ലേ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞു ക്രാഫ്റ്റും കൂടെ കണ്ടാലോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മളത് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കളറിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു കളറൊക്കെ കൊടുത്ത് ഒരു കുഞ്ഞൊരു ഫ്ലവർ, വളരെ കുഞ്ഞൊരു റോസിൻ്റെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെറ്റൽസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് മാവ് ആദ്യം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടത്തിലുള്ള കളർ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുക്കാൻ പോകുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കുക. അക്രിലിക് ആകുമ്പോൾ പിന്നെ ഒട്ടി പിടിക്കില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അക്രിലിക്കിൻ്റെ പെയിൻ്റ് ആയിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ ഫാബ്രിക് പെയിൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. ഇനി ഞാനിത് ഇതുപോലെ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ആ കളർ കിട്ടും ആ ക്ലേക്ക്. ഇത് നമുക്കിതിപ്പോൾ റോസിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പിങ്കൊക്കെ മിക്സ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉരുട്ടി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് അവിടെ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ, അതുപോലെ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറും കൂടെ ഞാൻ കൊടുക്കും. ഇപ്പം നമുക്കിവിടെ 3 കുഞ്ഞു പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്രീനും അതുപോലെ തന്നെ പിങ്ക് പ്ലസ് റെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ പെറ്റൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഇതുപോലെ ഒരു കുഞ്ഞൊരു ഡോ എടുക്കുക. അതിങ്ങനെ പൊട്ടിച്ചിട്ട് കുഞ്ഞു പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കുക. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കേട്ടോ ഇതുപോലെ ഉരുട്ടി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് നമ്മുടെ കയ്യിൻ്റെ തള്ളവരൽ വെച്ചിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പെറ്റൽസ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ചെയ്യുമ്പോൾ ഇതുപോലെ കയ്യിലിട്ട് ഒന്ന് നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് മടക്കിയെടുക്കുക. ഒരുപാട് അമർത്തൊന്നും ചെയ്തത് വളരെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പരന്ന് കിട്ടും. ഇനി അടുത്തതും ഇതുപോലെ തന്നെ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കുക. കയ്യിൽ വെച്ച് ഒന്ന് പരത്തുക. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പെറ്റൽസ് ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറുതുണ്ടാക്കുക. പിന്നെ അതിൻ്റെ അതായത് ഫസ്റ്റ് കുഞ്ഞൊരു മുട്ട ഉണ്ടാക്കുമല്ലോ, നമ്മൾ റോസാണെങ്കിൽ വിരിഞ്ഞ് വരുന്ന ഉള്ളിൽ ചെറിയൊരു ബഡ് പോലെ ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ വിരിഞ്ഞത്, പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ചും കൂടെ വലുപ്പമുള്ളത്, പിന്നെ കുറച്ച് വലുപ്പം, അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു മുട്ട ഇങ്ങനെ പൂവ് വിരിഞ്ഞ് വരുന്നത് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ മൊത്തമായിട്ട് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കുക. ഇത് ഞാൻ ഏകദേശം ഒരു മാസത്തിന് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മുടെ മണൽ വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ക്ലേ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിരുന്നു. പക്ഷേ ഫെവിക്വിക്ക് ഒട്ടിച്ചിട്ടാണ് വെച്ചിരുന്നത്. കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടില്ലല്ലോ. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടോ, ഒരുപാട് സമയം എടുത്തില്ല. അപ്പോൾ നമ്മുടെ പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ കുഞ്ഞു മക്കൾക്കും നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.